സ്കൂളിലെ ടീച്ചറാണ് ഈ ബീന. ബീനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 31 വയസ്സ് പ്രായം. ഭർത്താവ് 3.5 കൊല്ലമായി വിദേശത്ത് ജോലി ചെയ്യുന്നു. വെളുത്ത നിറം, അത്യാവശ്യത്തിന് ഉയരം, മീഡിയം തടി, നല്ല ഭംഗിയുള്ള മനോഹരമായ മുഖം, മോശമില്ലാത്ത ഒരൊന്നാം തരം പെണ്ണ്. ഇതുവരെ ചെറിയ അറിയാതെയുള്ള തട്ടലും മുട്ടലും അല്ലാണ്ട് കാര്യമായിട്ട് ഒന്നും നടത്താൻ പറ്റിയിട്ടില്ലല്ലോ. ആ ഇല്ലടാ, രാഹുൽ പറഞ്ഞു. ആ ആണല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഞാൻ നമ്മുടെ ആഗ്രഹം ഉള്ളിൽ കിടന്ന് തുളുമ്പത്തേ ഉള്ളൂ എന്നെനിക്ക് ബോധ്യമായി. അപ്പോൾ ഞാൻ നമ്മുടെ ട്രാക്കൊന്ന് മാറ്റി പിടിച്ചു. എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല, രാഹുൽ പറഞ്ഞു. എടാ, നമ്മുടെ ടൈലർ വിഷ്ണുവേട്ടൻ അഖിലിൻ്റെ ചേച്ചിയെ എങ്ങനെയാ വളച്ചതെന്ന് നിനക്കറിയോ? ആ അതെനിക്കറിയാം. ചെറുതാറ് തയ്ക്കാൻ കൊടുത്തപ്പോൾ ആ കവറിൻ്റെ ഉള്ളിൽ ആ പുസ്തകം വെച്ച് കൊടുത്തതല്ലേ? ആ അത് തന്നെ. ആ പുസ്തകം വെച്ച് കൊടുത്തും കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞും അയാൾ അവളെ വലയിലാക്കിയതാണ്. അതുപോലെ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച റെക്കോർഡ് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി വെച്ച ശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം ഞാൻ മിസ്സിൻ്റെ ടേബിളിൻ്റെ മുകളിലുണ്ടായിരുന്ന പുസ്തകത്തിൻ്റെ അടിയിൽ വെച്ചിരുന്നു. മിസ്സിന് വന്നാൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിലും മറ്റുള്ളവർക്ക് അത്ര പെട്ടെന്ന് കാണാൻ പറ്റാത്ത രീതിയിലുമാണ് ഞാൻ വെച്ചത്. അതിനുശേഷം സ്റ്റാഫ് റൂമിൻ്റെ ബാക്ക് സൈഡിലുള്ള ജനലിൻ്റെ അവിടെ ഞാൻ പോയി നിന്നു. എൻ്റെ കണക്കുകൂട്ടൽ പോലെ തന്നെ മറ്റ് ടീച്ചേഴ്സും എല്ലാവരും കുറച്ച് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിൽ വന്നു. അവസാനം ബീന ടീച്ചറും വന്നു. കുറച്ചു നേരം അവരെല്ലാവരും സംസാരിച്ച ശേഷം മിസ് ഒറ്റയ്ക്കായി. മറ്റ് ടീച്ചേഴ്സ് പോയി. ഒടുവിൽ ബീന മിസ് സ്റ്റാഫ് റൂമിലെ തൻ്റെ ടേബിളിലുണ്ടായിരുന്ന എല്ലാ പുസ്തകങ്ങളും മറ്റും പോകാൻ വേണ്ടി ഒതുക്കി വെക്കുമ്പോൾ ഞാൻ വെച്ച ആ പുസ്തകം മിസ്സിൻ്റെ കയ്യിൽ കിട്ടി. ഒറ്റ നോട്ടത്തിൽ അത് ഏത് പുസ്തകമാണെന്ന് മനസ്സിലായില്ല. പിന്നീട് ആ പുസ്തകം എന്താണെന്ന് മനസ്സിലായപ്പോൾ മിസ്സിൻ്റെ മുഖത്ത് ചെറിയൊരു ഭയവും പരിഭ്രാന്തിയും എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇതെങ്ങനെ ഇവിടെ വന്നു, ആര് വെച്ചതാണ് എന്നുള്ള പരിഭ്രാന്തിയായിരുന്നു മിസ്സിൻ്റെ മുഖത്ത്. ആരെങ്കിലും ഉണ്ടോ ചുറ്റും, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് മിസ് ചുറ്റും നോക്കി. ഇല്ലെന്നുറപ്പായപ്പോൾ പതിയെ ആ പുസ്തകത്തിലെ ഓരോ പേജുകളും ചെറുതായി വിറയ്ക്കുന്ന കൈകളോടെ മറിച്ചു നോക്കാൻ തുടങ്ങി. ഓരോ പേജും മറിച്ചു നോക്കുന്തോറും മിസ്സിൻ്റെ മുഖത്തെ ഭാവം ഞാൻ ശ്രദ്ധിച്ചു. പേജുകൾ മറിക്കും തോറും മിസ്സിൻ്റെ മുഖഭാവം മാറി മാറി തുടങ്ങി. ഓരോ പേജ് മറിക്കുമ്പോഴും മിസ്സിന് എന്തൊക്കെയോ മാറ്റം വരുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ എല്ലാ പേജുകളും നോക്കിയ ശേഷം വീണ്ടും പുസ്തകം മറിച്ചു നോക്കാൻ തുടങ്ങി. ഇത്തവണ ഓരോ പേജുകളും മറിച്ചു നോക്കുന്തോറും മിസ്സിൻ്റെ കൈ മിസ് അറിയാതെ തന്നെ എവിടേക്കോ ചലിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ ശേഷം മിസ് പുസ്തകം മിസ്സിൻ്റെ ബാഗിലെടുത്ത് വെച്ച് കൊണ്ടുപോയി. ഞാനതെല്ലാം അവിടെ നിന്ന് കൃത്യമായി മൊബൈൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ശനിയാഴ്ച ബീന മിസ് ഓൺലൈനിലുണ്ടെന്ന സമയത്ത് മിസ്സിനൊരു മെസ്സേജ് അയച്ചു. ആരുമില്ലാത്ത സമയത്ത് സ്റ്റാഫ് റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ഇതാണല്ലേ പരിപാടി എന്ന് മെസ്സേജ് ഞാൻ വാട്സപ്പ് ചെയ്തു. കൂടെ ആ വീഡിയോയും കൂടി ഇട്ടു. മിനിറ്റുകൾക്കകം മിസ്സിൻ്റെ റിപ്ലൈ വന്നു. നീ ആരാണ്? നീ ഈ വീഡിയോ എവിടെ നിന്ന് കിട്ടി? നിനക്ക് എന്താണ് വേണ്ടത്? തുടങ്ങിയ റിപ്ലൈസ് ആയിരുന്നു. ഞാൻ ആരാണെന്നുള്ളത് സമയമാകുമ്പോൾ വെളിപ്പെടുത്താം. ഈ വീഡിയോ ഞാൻ തന്നെ ഷൂട്ട് ചെയ്തതാണ്. എന്താണ് എനിക്ക് വേണ്ടതെന്ന് വഴിയെ മിസ്സിന് മനസ്സിലാവും. നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ഇത് വെച്ച് എൻ്റെ ജീവിതവും ജോലിയും നീ തകർക്കരുത്, ബീന മിസ് പറഞ്ഞു. പറഞ്ഞല്ലോ, എനിക്ക് പണമല്ല വേണ്ടത്. ഞാൻ സമയമാകുമ്പോൾ ചോദിക്കും. പിന്നെ ഇതാരെങ്കിലും അറിയിച്ച ഇത് മിസ്സിന് കിട്ടിയതുപോലെ പല ഗ്രൂപ്പിലും ഇത് വരും. ഞാൻ മിസ്സിനെ പേടിപ്പിച്ചതല്ല കേട്ടോ, ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. തൽക്കാലം വീഡിയോ എൻ്റെ കയ്യിൽ ഭദ്രമായി ഇവിടെ ഉണ്ടാകും. ഇതെൻ്റെ കയ്യിൽ നിന്നും പുറത്തു പോകാതെ നോക്കേണ്ടത് മിസ്സിൻ്റെ കാര്യമാണ്. ഇനി മിസ്സ് തീരുമാനിക്ക്